ഹായ് ഫ്രണ്ട്സ്, പമ്പ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് രാവിലെ പോകുവാണ്, ചെങ്ങന്നൂർ പോവുകയാണ്. അപ്പം ഞാൻ അവിടുത്തെ വഴിയിൽ കാണുന്ന കാഴ്ചകളൊക്കെ പകർത്താമെന്ന് വിചാരിച്ചാണ് പോകുന്നത്. അപ്പം ഞങ്ങളുടെ സ്ഥലങ്ങളൊന്നും നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാവേ. അപ്പം ഞാൻ ഇപ്പം പോകുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്. അപ്പോൾ ഇവിടെ ആണ് മോതിരവയൽ എന്ന് പറയുന്ന ചെറിയൊരു 2-3 കടകളും ഒരമ്പലവും മന്ദിരവും ഒക്കെ ഉള്ള ഒരു കടയാണ്. കണ്ടില്ലേ, അടുത്തൊരു കനാലാണ് പോകുന്നത്. കനാൽ എന്ന് പറയുന്ന ഒരു തോട് പോണക്കാണ്. അവിടേക്കാണ് നമ്മളിപ്പം ഈ കാണുന്നതൊക്കെ തോടൊക്കെയാണ്. കണ്ടില്ലേ, ഞാൻ പറയുന്നത് ചെറിയ കടകളൊക്കെ ഞങ്ങളിവിടെ ഈ മോതിരവയലിൽ നിന്ന് പാലൊക്കെ മേടിക്കുന്നത്. അങ്ങനെ എൻ്റെ ഫോണ് പോയെന്ന് ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അതാ ഇവിടെ ഈ മോതിരവയലിലാണ് പോയത്, അവിടെ കിട്ടിയെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ മോതിരവയൽ കാണിക്കാമെന്ന് പറഞ്ഞത്. കണ്ടോ, ഇതാണ് മോതിരവയൽ. ഇവിടെ നിന്നാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് കല്യാണിമുക്കാണ്. കണ്ടിലെ ടിപ്പറൊക്കെ കിടക്കുന്നത്. ഇവിടെ അടുത്തൊരു പാറമടയുണ്ട്, അവിടുന്ന് സാധനമൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ടിപ്പറൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ ഈ റാന്നീൻ്റെ അടുത്ത സ്ഥലമാണ് ഈ കല്യാണിമുക്ക് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയൊക്കെ ബസ് സൗകര്യമെല്ലാം ഉണ്ട്. നമ്മുടെ അവിടെ വരെയും ബസ്സൊക്കെ ഉണ്ടാകുന്നതാണ്. കല്യാണിമുക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് കോളേജ് വഴിയാണ്. ഇത് കണ്ടില്ലേ, വൃന്ദാവനം ഗാർഡനാണത്. എൻ്റെ വീട്ടിൽ നിൽക്കുന്ന മിക്ക ചെടികളും വൃന്ദാവനം ഗാർഡനിൽ നിന്ന് മേടിച്ചതാണ്. ഇതാണ് അശ്വിനി ആശുപത്രിയെ. ഇതൊക്കെ ചിലർക്ക് ചിലപ്പോൾ ഡൗട്ടുണ്ടാവും, അശ്വിനി എവിടെയാണെന്നൊക്കെ. അപ്പോൾ റാന്നി ബസ് ഇറങ്ങിയിട്ട് ഇവിടേക്ക് ഓട്ടോ വിളിച്ച് വരേണ്ടി വരും. ഈ ബസ്സൊക്കെ ഉണ്ട്, അങ്ങനെ കയറി ഇറങ്ങാൻ എല്ലാവർക്കും അറിയത്തൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇതാണ് മക്കളെ വി സ്റ്റീലിൻ്റെ കട. ഇവിടെ ഇരുമ്പ് സാധനമൊക്കെ വിൽക്കുന്ന കടയാണ്. ഷീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അണ്ണൻ ആവശ്യമുള്ള സാധനമൊക്കെ ഈ കടയിൽ നിന്നാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കട കാണിച്ചത്. കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ റോഡിലോട്ട് ഞാനാണ് മാവൊക്കെ നിൽക്കുന്നത്. അയ്യോ, എന്തോ അത് കാഴ്ചയില്ല. ഇത് കണ്ടില്ലേ, നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലോട്ടാണ് ഇപ്പം ചെന്നത്. ഓട്ടോ സ്റ്റാൻഡിനകത്തുനിന്ന് നേരെ അങ്ങോട്ട് കയറുന്നത് വൺ വേയിലോട്ടാണ്. നേരെ ചെന്നാലേ ബസ് സ്റ്റാൻഡിലോട്ട് കയറാം. പക്ഷേ അങ്ങനെ കയറാൻ പറ്റത്തില്ല, വണ്ടിയും കൊണ്ട് അതിലേ വരാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് നടന്ന് വേണമെങ്കിൽ കയറി വരാം. ഇതാണ് റാന്നി ബസ് സ്റ്റാൻഡ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഇരിക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പൊളിച്ചിട്ടേക്കും, എന്തോ പണി നടക്കുവാന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഭയങ്കര കോമഡി ആയിരുന്നേ. അണ്ണൻ എന്നോട് പറയാം റാന്നിയിലോട്ട് വരാനെന്ന്. റാന്നി വന്നപ്പം എൻ്റെ അക്കരയ്ക്ക് പോകാൻ ഹെൽമെറ്റ് ഇല്ലായിരുന്നു. അപ്പം ബസ് സ്റ്റാൻഡിൽ ഇരുന്നോ, പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്നു കൂട്ടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ കയറിയിരുന്നേ. അവിടെ ഇരിക്കാൻ ഇട്ടേക്കുന്ന ചെയറിൽ കയറി ഞങ്ങൾ 2-3 പേര് ഇരുന്നേ. അതിൽ എല്ലാവരും പേടിച്ചാണ് ഇരിക്കുന്നത്. ആരെങ്കിലും എണീച്ച് കഴിഞ്ഞാൽ താഴെ വീഴും. അങ്ങനെ 5 മണിക്ക് റാന്നിയിലെത്തി. ഞാൻ 6 മണി വരെ അതേ കയറി അവിടെ ഇരുന്ന്. എന്നിട്ടാണ് എൻ്റെ അണ്ണൻ വന്നത്. അണ്ണൻ എന്നെ പിന്നെ കൂട്ടിക്കൊണ്ട് കടയിലൊക്കെ പോയത്. പിന്നെ അതിന് ശേഷമാണ് അങ്ങനെ സാധനമെല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 7 മണി 7:30 ആയി. ആ സമയത്താണ് റാന്നിയിൽ കുറച്ച് ഈ ബസ്സിലൊക്കെ ഫിഷ് എടുക്കുന്നവരുണ്ടല്ലോ, അവരെല്ലാം കൂടെ ഒരു ഓട്ടോ വിളിച്ചു. ഓട്ടോയിൽ എല്ലാവരും കൂടി ഒന്നിച്ചു പോകുന്നത്. ഞാൻ ഇതും കൊണ്ട് വായും പൊളിച്ച് അവിടെ നിൽക്കുവാണ്. അങ്ങനെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ കാണുന്നത്. ഞാൻ അതും കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. റോഡിൻ്റെ നടുക്കായിരുന്നു ഒരു വണ്ടി വന്നിട്ട് ഒറ്റ ഓണടി. ഞാൻ അങ്ങോട്ട് ഓടണോ ഇങ്ങോട്ട് ഓടണോ എന്ന് ഓർത്ത് അവിടെ നിൽക്കുക. അപ്പോഴാണ് അണ്ണൻ ഇത് കണ്ടിട്ട് അണ്ണൻ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ കയ്യെ പിടിച്ച് വലിച്ചോണ്ടൊരു ഓക്കായിരുന്നു. പിന്നെ പറയണ്ട, റാന്നി പാലത്തിലോട്ടാണ്. റാന്നി പാലം നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുള്ളവർ എന്നോട് ക്ഷമിക്കണം, ഒന്നുകൂടെ അങ്ങ് കണ്ടോളൂ. ഇതാണ് നമ്മുടെ റാന്നി പാലം. കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങിയിട്ടാണ് ഇനി അടുത്തത് പെരുമ്പുഴ ബസ് സ്റ്റാൻഡ് ഉള്ളത്. ഈ കാണുന്നതാണ് പെരുമ്പുഴ ബസ് സ്റ്റാൻഡ്. പെരുമ്പുഴ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് ബസ് പെരുമ്പുഴ ബസ് സ്റ്റാൻഡിൻ്റെ മുകൾ സൈഡിലായിട്ടാണ് താലൂക്ക് ആശുപത്രി ഉള്ളത്. അമ്പലത്തിൽ
ഇവിടെ KSRTC സ്റ്റാൻഡിൽ എന്തോ പണി നടക്കുവാന്ന് തോന്നുന്നു. അവിടെ എന്തോ പൊളിച്ചൊക്കെ ഇട്ടേക്കുന്ന കണ്ടു. പിന്നെ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറകു വശത്താണ് ഈ ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ വന്നങ്ങ് ഇറങ്ങും. ഈ ചെങ്ങന്നൂർ ടൗണിലിറങ്ങും. എന്നിട്ട് ഓട്ടോ വിളിച്ച് അങ്ങ് വരും റെയിൽവേ സ്റ്റേഷനിൽ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പ്രൈവറ്റ് ബസ് എല്ലാം നേരെ അവിടെ ചെന്ന് നിർത്താറുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നിർത്താറുണ്ട്. ഞാനും അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ചെന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. കണ്ടോ, നല്ല മരമൊക്കെ ഉള്ള നല്ല തണലൊക്കെ ഉള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും അവിടെ വന്നിറങ്ങണം കേട്ടല്ലോ. ഈ സ്വാമിമാരൊക്കെ ഇവിടെ വന്നിറങ്ങിയിട്ടാണ് പമ്പ ബസ് കിട്ടും. പമ്പ ബസ് കിട്ടി അങ്ങനെ മലയ്ക്ക് പോകാനുള്ളവരെല്ലാം അവിടെ വന്നിറങ്ങിയിട്ടാണ് പോകുന്നത്. ഇനി ആർക്കും വഴിയൊന്നും തെറ്റരുത്. അപ്പം നമ്മുടെ നാട്ടിലോട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബസ് കയറി അങ്ങനെ മലയ്ക്ക് പോയിട്ട് എല്ലാവരും തിരിച്ച് മടങ്ങി പോകണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നിടം വരെ ബൈ, സീ യു.